മക്കളെ ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നമ്മുടെ അക്കാഡമിയുടെ ഓൺലൈൻ എക്കണോമിക്സ് ക്ലാസ്സിലേക്ക് വീണ്ടും സ്വാഗതം. എന്ന് നമ്മൾ സ്വാഗതം പറയുന്നേ കേൾക്കാറുള്ളൂ. ആരും പഠിക്കുന്നതിനെ കുറിച്ച് ഒരു അഭിപ്രായങ്ങളും വരുന്നില്ല. പഠിക്കുന്നു എന്ന വിശ്വാസത്തോടു കൂടി നമ്മൾ അടുത്ത ഭാഗത്തേക്ക് കടക്കുന്നു. ഞാൻ മൂന്നര കണക്കൊക്കെ ഇട്ട് തന്നിരുന്നു. അതൊക്കെ പഠിച്ച ഒന്നും അറിയാൻ വയ്യ. പഠിച്ചു എന്ന വിശ്വാസത്തോടു കൂടി അടുത്ത ഭാഗത്തേക്ക് പോകുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ച ഇൻവെന്ററി എന്ന ഭാഗമാണ്. അത് മനസ്സിലായി കാണും എന്ന് തോന്നുന്നു. രണ്ട് ഫോർമുല, അതിലെ കുറെ കണക്ക് ഒക്കെ നമ്മൾ പറഞ്ഞു. അതായത് അസംസ്കൃത വസ്തുക്കളോ ഉൽപ്പാദിപ്പിച്ച വസ്തുക്കളോ ഉൽപ്പാദിപ്പിച്ചിട്ടും വിറ്റൊഴിക്കാതെ മാറ്റിവെക്കുന്ന വസ്തുക്കളോ ഉൽപ്പാദിപ്പിച്ച വർഷത്തിൽ നിന്നും തൊട്ടടുത്ത വർഷത്തിൽ വിൽക്കാൻ വേണ്ടി മാറ്റിവെക്കുന്നതിനെ പറയുന്ന പേരാണ് ഇൻവെന്ററി അഥവാ സ്റ്റോക്ക് എന്ന് പറയുന്നത്. The stock of raw materials, semi-finished goods, unsold finished goods which firm carry from one year to next year is called inventory. It can be divided into two: planned inventory and unplanned inventory. Planned inventory is also called accumulate inventory. Unplanned inventory is called decumulate inventory. Accumulated and decumulated, planned and unplanned. ഒരു കച്ചവടക്കാരൻ ഉയർന്ന ലാഭത്തിൽ വിൽക്കാമെന്ന പ്രതീക്ഷയോടുകൂടി തൻ്റെ അസംസ്കൃത വസ്തുക്കളോ ഉൽപ്പാദിപ്പിച്ച വസ്തുക്കളോ ഉൽപ്പാദിപ്പിച്ച് കഴിഞ്ഞിട്ട് വിറ്റൊഴിക്കാതെ മാറ്റിവെക്കുന്ന സാധനങ്ങളോ വിൽക്കാൻ വേണ്ടി തയ്യാറാക്കി വെക്കുമ്പോൾ അതിനെ പറയുന്ന പേരാണ് പ്ലാൻഡ് ആസൂത്രണം എന്ന് പറയുന്നത്. എന്നാൽ അങ്ങനെ ഒരു പ്രതീക്ഷയും ഇല്ലാതെ അൺഎക്സ്പെക്റ്റഡ് ആണ് സാധനങ്ങൾ മാറ്റിവെക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ അൺപ്ലാൻഡ് ഇൻവെന്ററി എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇതാണ് നമ്മൾ രണ്ട് തിയറി പഠിച്ചത്. അതുകൊണ്ട് ഇൻവെന്ററിയിൽ മാറ്റമുണ്ട്. അക്യൂമുലേറ്റഡ് ആവുന്നത് ഡിക്യൂമുലേറ്റഡ് ആയി മാറും. അപ്പോഴ് ചേഞ്ചസ് ഇൻ ഇൻവെന്ററി എന്നൊരു സൂത്രവാക്യം നമ്മൾ പഠിച്ചു. പ്രൊഡക്ഷൻ ഡ്യൂറിംഗ് ദ ഇയർ മൈനസ് സെയിൽസ് ഡ്യൂറിംഗ് ദ ഇയർ. ഉൽപ്പാദിപ്പിച്ച വർഷത്തെ വിലയിൽ നിന്നും വിറ്റ വർഷത്തെ വില കുറയ്ക്കുമ്പോൾ കിട്ടുന്നതാണ് ചേഞ്ചസ് ഇൻ ഇൻവെന്ററി നമ്മൾ പറഞ്ഞത്. അതിന്റെ കണക്ക് ചെയ്തു. എന്നിട്ട് ചേഞ്ചസ് ഇൻ സ്റ്റോക്ക് പറഞ്ഞു. സ്റ്റോക്കിൽ മാറ്റം വരുമ്പോൾ ക്ലോസ് സ്റ്റോക്ക് മൈനസ് ഓപ്പണിംഗ് സ്റ്റോക്ക് എന്നൊരു ഫോമിൽ ഉപയോഗിച്ചു. ഇതെല്ലാം അതിപ്രധാനപ്പെട്ട കാര്യമാണ്. അതൊക്കെ നിങ്ങൾ ഇപ്പോഴും തമാശയാണ്. ഇവിടെ കിട്ടിയ അറിവനുസരിച്ചാണെങ്കിൽ ഫോൺ ഓപ്പൺ ആക്കി വെച്ചിട്ട് ശകലം കേട്ടിട്ട് പിന്നെ നിങ്ങൾ ക്ലാസ് നടന്നുകൊണ്ടിരിക്കും. നിങ്ങൾ വേറെ എന്തെങ്കിലും കാര്യം നോക്കും. കുഞ്ഞുങ്ങളെ കോവിഡും എല്ലാം അങ്ങ് പോവും. പരീക്ഷ വരും. മാർക്കുണ്ടെങ്കിൽ മാത്രമേ അടുത്ത വർഷം അടുത്ത കോഴ്സിന് പഠിക്കാൻ പറ്റൂ. അന്ന് കൂട്ടുകാരെയോ സ്കൂളുകാരെയോ ഒക്കെ കുറ്റം പറഞ്ഞിട്ടോ വഴക്ക് പറഞ്ഞിട്ടോ യാതൊരു ഇതുമില്ല. നിങ്ങൾ പഠിച്ചേ പറ്റൂ. അതുകൊണ്ട് ഇനി നമ്മൾ പഠിക്കുന്നത് അതിപ്രധാനപ്പെട്ട ഏറ്റവും ടഫായിട്ടുള്ള ഒരു ഭാഗമാണ്. അത് പ്രോജക്റ്റായിട്ട് ചോദിക്കാം, അസൈൻമെന്റ് ആക്കാം, അല്ലെങ്കിൽ ക്ലാസ്സിൽ നമുക്ക് സെമിനാർ വീട്ടിൽ പഠിക്കാം. ചോദ്യം ഇതാണ്: മെത്തേഡ്സ് ഓഫ് മെഷറിംഗ് നാഷണൽ ഇൻകം. മെത്തേഡ് ഓഫ് മെഷറിംഗ് നാഷണൽ ഇൻകം. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു പ്രധാന എസ്സേ. ദേശീയ വരുമാനം നിർണയിക്കാനുള്ള രീതികൾ. ദേശീയ വരുമാനം അളക്കാനുള്ള അല്ലെങ്കിൽ നിർണയിക്കാനുള്ള രീതികൾ എന്നാണ് നമ്മുടെ എസ്സേയുടെ പേര്. മലയാളത്തിൽ പഠിക്കുന്ന കൊച്ചുങ്ങള്
ദേശീയ വരുമാനം കണക്കാക്കാൻ ഉപയോഗിക്കുന്ന രീതികളെ കുറിച്ച് വിവരിക്കുക. അല്ലെങ്കിൽ വാട്ട് ആർ ദ ഇമ്പോർട്ടന്റ് മെത്തേഡ്സ് ഓഫ് നാഷണൽ ഇൻകം ഓർ നാഷണൽ ഇൻകം അക്കൗണ്ടിങ്. ഇത് കൃത്യമായിട്ട് ചോദിക്കും. ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടുന്ന കാര്യം എന്ന് പറയുന്നത് ഒരു ഇൻട്രൊഡക്ഷൻ എഴുതണം. ഇൻട്രൊഡക്ഷൻ എഴുതിയാൽ മാത്രമേ എസ്സേ കംപ്ലീറ്റ് ആവുള്ളൂ. ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത് നാഷണൽ ഇൻകം എന്താണ് എന്ന് ആദ്യം നമ്മൾ എഴുതണം. നമുക്കറിയാം നാഷണൽ ഇൻകം is the sum total. നാഷണൽ ഇൻകം എന്ന് പറയുന്നത് സം ടോട്ടൽ ഓഫ് ദ ഇൻകം എന്ന് പറഞ്ഞ് നമ്മൾ തുടങ്ങുന്ന ഒരു ക്വസ്റ്റ്യൻ ആൻസർ നമ്മൾ തരികയുണ്ടായി. അത് ഞാൻ ഒന്നും കൂടെ പറയാണ്. എന്താണ് നാഷണൽ ഇൻകം? നാഷണൽ ഇൻകം ഈസ് ദ സം ടോട്ടൽ ഓഫ് ദ വാല്യൂ ഓഫ് all goods and services produced in a country during a given period of time and usually 1 year എന്നാണ് definition. National income is the sum total of the value of all goods and services produced in a country during a given period of time and usually 1 year. ഒരു രാജ്യം ഒരു വർഷം ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാ സാധന സേവനങ്ങളുടെയും ആകെ തുകയെ നമ്മൾ ദേശീയ വരുമാനം എന്ന് പറഞ്ഞു. അത് ആദ്യം അങ്ങോട്ട് നമ്മൾ എഴുതി വെക്കണം. എന്നിട്ടാണ് ഇനി പറയുന്ന കാര്യം എഴുതേണ്ടുന്നത്. എന്താണെന്ന് നോക്കാം. ദേശീയ വരുമാനം കണക്കാക്കേണ്ട രീതികൾ ചോദിക്കുമ്പോൾ there are 3 important methods of measuring national income. There are 3 important methods of national income. ദേശീയ വരുമാനം കണക്കാക്കാൻ ഉപയോഗിക്കുന്ന രീതികളെ നമുക്ക് 3ആയി തരംതിരിക്കാം. അപ്പൊ ദേശീയ വരുമാനം അളക്കാനുള്ള രീതികൾ എന്ന് പറയുന്നത് 3 കാര്യങ്ങളാണ്. അപ്പൊ ദേശീയ വരുമാനം കണക്കാക്കാൻ ഉപയോഗിക്കുന്ന രീതികളെ നമുക്ക് 3ആയി തരംതിരിക്കാം. ഒന്നാമത്തെ രീതി പറയാണ്. 1 പ്രോഡക്റ്റ് മെത്തേഡ് അല്ലെങ്കിൽ വാല്യൂ ആഡഡ് മെത്തേഡ്. വാല്യൂ ആഡഡ് മെത്തേഡ് അല്ലെങ്കിൽ ഔട്ട്പുട്ട് മെത്തേഡ്. ഇംഗ്ലീഷിൽ 3 പേരാണ്. പ്രോഡക്റ്റ് മെത്തേഡ് ഓർ വാല്യൂ ആഡഡ് മെത്തേഡ് ഓർ ഔട്ട്പുട്ട് മെത്തേഡ്. പ്രോഡക്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഉൽപ്പന്ന രീതി. ഔട്ട്പുട്ട് മെത്തേഡ് എന്ന് പറഞ്ഞാലും ഉൽപ്പന്ന രീതി തന്നെയാണ്. അതുകൊണ്ട് മലയാളത്തിൽ 2 പോയിന്റ് പഠിച്ചാൽ. വാല്യൂ ആഡഡ് മെത്തേഡ് അതായത് കൂട്ടിച്ചേർത്ത മൂല്യരീതി. ആഡഡ് മെത്തേഡ് കൂട്ടിച്ചേർത്ത മൂല്യരീതി. അപ്പൊ ഉൽപ്പന്ന രീതി അഥവാ കൂട്ടിച്ചേർത്ത മൂല്യരീതി. പ്രോഡക്റ്റ് മെത്തേഡ് ഓർ വാല്യൂ ആഡഡ് മെത്തേഡ് ഓർ ഔട്ട്പുട്ട് മെത്തേഡ്. രണ്ടാമത്തേന്ന് പറയുന്നത് ഇൻകം മെത്തേഡ്. ഇൻകം മെത്തേഡ് മലയാളം വരുമാന രീതി. മൂന്നാമത്തത് എക്സ്പെൻഡിച്ചർ മെത്തേഡ് ചെലവ് രീതി. മലയാളക്കാർ എഴുതുമ്പോൾ ഒരു രാജ്യം ഒരു വർഷം ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാ സാധന സേവനങ്ങളുടെയും ആകെ തുകയെ ദേശീയ വരുമാനം എന്ന് പറയുന്നു. ദേശീയ വരുമാനം കണക്കാക്കാൻ ഉപയോഗിക്കുന്ന രീതിയെ 3ആയി തരംതിരിക്കാം. ഉൽപ്പന്ന രീതി അഥവാ കൂട്ടിച്ചേർത്ത മൂല്യരീതി, വരുമാന രീതി, ചെലവ് രീതി. ഇംഗ്ലീഷുകാർ പഠിക്കുമ്പോൾ നാഷണൽ ഇൻകം,
is the sum total of the value of all goods and services produced in a country during a given period of time, and usually 1 year. There are 3 important methods of measuring national income. Number 1, product method or value added method or output method. Number 2, income method. And number 3, expenditure method. ഇനി ഓരോ മെത്തേഡും വളരെ വിശദമായിട്ട് നമുക്ക് പഠിക്കാം. ഞാൻ ആ ബോർഡിൽ മാറ്റിയാണ്. ആദ്യത്തെ മെത്തേഡിലേക്ക് നമ്മൾ പോകുന്നു. ഒന്നാമത്തെ മെത്തേഡ് product method or value added method or output method. ആദ്യം നമ്മൾ പ്രോഡക്റ്റ് മെത്തേഡ് പഠിക്കുകയാണ്. പ്രോഡക്റ്റ് മെത്തേഡിനെ കുറിച്ച്, ഉൽപ്പന്ന രീതി വളരെ ശ്രദ്ധിക്കുക. കുറെ മെത്തേഡും കുറെ ഫോർമുലകളൊക്കെ ഉണ്ട്. ആദ്യം പഠിക്കുന്നു ഉൽപ്പന്ന രീതി. ഇപ്പോൾ ദേശീയ വരുമാനം കണക്കാക്കാൻ വേണ്ടി ആദ്യം നമ്മൾ നോക്കുന്ന രാജ്യത്തിന്റെ ഉൽപ്പന്നങ്ങളെ കുറിച്ചാണ്. എന്താണ് പ്രോഡക്റ്റ് മെത്തേഡ്, അല്ലെങ്കിൽ എന്താണ് ഉൽപ്പന്ന രീതി, അല്ലെങ്കിൽ എന്താണ് കൂട്ടിച്ചേർത്ത രീതി, എന്താണ് ഔട്ട്പുട്ട് മെത്തേഡ് എന്ന് ചോദിച്ചാൽ, in this method of measuring national income, product method is the measure of national income as a flow of goods and services. ഇതാണ് നിർവചനം. അതിന് കൂടെ പ്രൊഡ്യൂസർ എന്ന് വേണം. പ്രോഡക്റ്റ് മെത്തേഡ് ഈസ് ദ മെഷർ ഓഫ് നാഷണൽ ഇൻകം ആസ് എ ഫ്ലോ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ്. നാഷണൽ ഇൻകം ആസ് എ ഫ്ലോ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ്. ഒരു രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കപ്പെട്ട സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ദേശീയ വരുമാനത്തിലേക്കുള്ള പ്രവാഹം കണക്കാക്കുന്ന മെത്തേഡിനെയാണ് ഉൽപ്പന്ന രീതി എന്ന് പറയുന്നത്. ഒരു രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കപ്പെട്ട സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ദേശീയ വരുമാനത്തിലേക്കുള്ള പ്രവാഹത്തെ ഉൽപ്പന്ന രീതി എന്ന് പറയുന്നു. ഒരു രാജ്യത്തിലെ ഉൽപ്പാദിപ്പിക്കപ്പെട്ട സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ദേശീയ വരുമാനത്തിലേക്കുള്ള പ്രവാഹത്തെ ഉൽപ്പന്ന രീതി അഥവാ കൂട്ടിച്ചേർത്ത എന്ന് പറയുന്നു. അവിടെ കൂട്ടിച്ചേർക്കുന്നത് സാധനങ്ങളും സേവനങ്ങളും വരും. സാധനം മാത്രമല്ല, സേവനം വരും. Product method is the measuring of national income as a flow of goods and services produced. The following are the important step in product method. Product method കണക്കാക്കാൻ താഴെ പറയുന്ന നിരവധി സ്റ്റെപ്പുകളുണ്ട്, താഴെ പറയുന്ന നിരവധി പടികളുണ്ട്. പ്രോഡക്റ്റ് മെത്തേഡ് ഉപയോഗിച്ച് ദേശീയ വരുമാനം കണക്കാക്കാൻ താഴെ പറയുന്ന നിരവധി പടവുകളുണ്ട്. അതിന് ഒന്നാമത്തെ പടവ് എല്ലാവരും ഫോർമുലയാണ്. അതിന് ദേശീയ പ്രോഡക്റ്റിന്റെ ഒന്നാമത്തെ പടവ് എ അഥവാ 1 എന്ന് പറയുന്നത് വാല്യൂ ഓഫ് ഔട്ട്പുട്ട്. വാല്യൂ ഓഫ് ഔട്ട്പുട്ട് മലയാളത്തിൽ എഴുതുന്ന കൊച്ചുങ്ങൾക്ക് ഉൽപ്പന്ന മൂല്യം.
അപ്പോൾ ദേശീയ വരുമാനത്തിൽ പ്രോഡക്റ്റ് മെത്തേഡ് കണക്കാക്കുമ്പോൾ പ്രോഡക്റ്റ് മെത്തേഡിൽ ആദ്യമായി ഉപയോഗിക്കുന്നതാണ് വാല്യൂ ഓഫ് ഔട്ട്പുട്ട് അഥവാ ഉൽപ്പന്ന മൂല്യം. ചോദ്യം ഇതാണ്, എന്താണ് ഉൽപ്പന്ന മൂല്യം? ഏതൊരു സാധനത്തിന് ഒരു മൂല്യമുണ്ട്. വാല്യൂ ഈസ് ദ പർച്ചേസിംഗ് പവർ ഓഫ് എ കമ്മോഡിറ്റി ടു ഗെറ്റ് അതർ കമ്മോഡിറ്റി ഇൻ എക്സ്ചേഞ്ച് എന്നാണ്. അതായത് വാല്യൂ ഈസ് ദ പർച്ചേസിംഗ് പവർ ഓഫ് എ കമ്മോഡിറ്റി ടു ഗെറ്റ് അതർ കമ്മോഡിറ്റി ഇൻ എക്സ്ചേഞ്ച്. ഒരു സാധനത്തിന് പകരമായി വാങ്ങുന്ന ഒരു വസ്തുവിന്റെ മൂല്യം. ഒരു വസ്തുവിന് പകരമായി വാങ്ങുന്ന മറ്റൊരു വസ്തുവിനെയാണ് ആ വസ്തുവിന്റെ മൂല്യം എന്ന് പറയുന്നത്. നമ്മൾ 40 രൂപ കൊടുത്ത് 1 കിലോ പഞ്ചസാര വാങ്ങുമ്പോൾ 40 രൂപ കൊടുക്കുമ്പോൾ 1 കിലോ, അതായത് 1000 ഗ്രാം തന്നെ നമ്മൾ കിട്ടണം. എങ്കിലേ മൂല്യം കറക്റ്റ്. ഒന്ന് കൊടുക്കുമ്പോൾ അതിന് തക്ക തരത്തിൽ അത്രയും സാധനം നമുക്ക് തിരിച്ചു കിട്ടാം. അതാണ് മൂല്യം. അല്ല 40 രൂപ കൊടുത്ത് പഞ്ചസാര വാങ്ങുമ്പോൾ കടക്കാരൻ 900 ഗ്രാം തന്നാൽ അത് മൂല്യം ശരിയാവില്ല. കൊടുക്കലും വാങ്ങലും തുല്യ രീതിയിലുള്ളതായിരിക്കണം. അതാണ് മൂല്യം. അപ്പൊ ഉൽപ്പന്നത്തിനൊരു മൂല്യമുണ്ട്. എന്താണ് ഉൽപ്പന്ന മൂല്യം എന്ന് ചോദിച്ചാൽ ഔട്ട്പുട്ട് ഓഫ് എ പ്രൊഡ്യൂസിംഗ് യൂണിറ്റ്. ഔട്ട്പുട്ട് ഓഫ് എ producing unit, output of a producing unit measured at market price. Measured at market price. Output of producing unit measured at market price is called value of output. Output of producing unit measured at market price. Market price എന്ന് വെച്ചാൽ കമ്പോള വില. മാർക്കറ്റ് പ്രൈസ് എപ്പോഴും ചേഞ്ചിങ് പ്രൈസ് ആണ്. കമ്പോള വിലയ്ക്ക് എപ്പോഴും മാറ്റം ഉണ്ടാകും. അപ്പൊ ഉൽപ്പാദിപ്പിക്കപ്പെട്ട ഒരു സാധനം കമ്പോള വിലയുടെ അടിസ്ഥാനത്തിലാണ് വില തീരുമാനിക്കുന്നെങ്കിൽ അതാണ് അതിന്റെ ഉൽപ്പന്ന മൂല്യം. നമ്മളൊരു സാധനം നിർമ്മിച്ചു കഴിഞ്ഞിട്ട് ആ സാധനം നമുക്ക് തോന്നിയ വിലയ്ക്കല്ല നമ്മൾ വിൽക്കുന്നത്. ആ സാധനത്തിന് ഇപ്പോൾ കമ്പോളത്തിൽ എത്ര വില ഉണ്ടാകും, ആ കമ്പോള വിലയുടെ അടിസ്ഥാനത്തിലാണ് ഒരു സാധനം നമ്മൾ വിൽക്കുന്നതെങ്കിൽ അതാണ് ഉൽപ്പന്ന മൂല്യം. മലയാളക്കാർക്ക് എന്താ ഉൽപ്പന്ന മൂല്യം? ഉൽപ്പാദിപ്പിക്കപ്പെട്ട ഒരു സാധനം കമ്പോള വിലയുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ വിൽക്കുന്നതെങ്കിൽ അങ്ങനെ വിൽക്കുന്നതിനെ പറയുന്ന പേരാണ് വാല്യൂ ഓഫ് ഔട്ട്പുട്ട് അഥവാ ഉൽപ്പന്ന മൂല്യം. ഏതൊരു സാധനത്തിന്റെ ഉൽപ്പന്ന മൂല്യം കണക്കാക്കുന്നത് കമ്പോള വിലയുടെ അടിസ്ഥാനത്തിലാണ്. ഔട്ട്പുട്ട് ഓഫ് പ്രൊഡ്യൂസിംഗ് യൂണിറ്റ് മെഷേർഡ് അറ്റ് മാർക്കറ്റ് പ്രൈസ് ഈസ് കോൾഡ് വാല്യൂ ഓഫ് ഔട്ട്പുട്ട്. അതുകൊണ്ട് കണക്കിലെ ഒന്നാമത്തെ ഫോർമുല വാല്യൂ ഓഫ് ഔട്ട്പുട്ടിന്റെ ഫോർമുല, വാല്യൂ ഓഫ് ഔട്ട്പുട്ട് ഈസ് ഈക്വൽ ടു Q into P. Q into P. Value of output is equal to P into Q. P എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് പ്രൈസ്. അത് Q പറയാം. ടോട്ടൽ ഔട്ട്പുട്ട് അല്ലെങ്കിൽ ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ട്. Q. ടോട്ടൽ output or total quantity of output. P എന്ന് പറഞ്ഞാൽ പ്രൈസ് or മാർക്കറ്റ് പ്രൈസ്. അപ്പോൾ വാല്യൂ ഓഫ് ഔട്ട്പുട്ട് is equal to P into Q. That is Q is equal to total output or total quantity of output, P മാർക്കറ്റ് പ്രൈസ്. മനസ്സിലായ? P into Q, ക്വാണ്ടിറ്റി ഇൻറ്റു പ്രൈസ്. മൊത്തം പറഞ്ഞാൽ ടോട്ടൽ ക്വാണ്ടിറ്റി ഔട്ട്പുട്ടും പി മാർക്കറ്റ് പ്രൈസ് എന്നാണ്. അല്ലെങ്കിൽ വേറൊരു സൂത്രവാക്യമുണ്ട് വേറെ ഔട്ട്പുട്ട് കാണാൻ, സെയിൽസ് പ്ലസ് ചേഞ്ചസ് ഇൻ ഇൻവെന്ററി.
സെയിൽസ് പ്ലസ് ചേഞ്ചസ് ഇൻ ഇൻവെന്ററി. വേറെ ഫോർമുല. സെയിൽസിന്റെ കൂടെ ഇൻവെന്ററിയിലെ മാറ്റം കൂട്ടണം. ആദ്യം ഇൻറ്റു പി പറഞ്ഞു, ഇവിടെ പ്ലസ് പറഞ്ഞു. നമ്മള് സെയിൽസ് പ്ലസ് ചേഞ്ചസ് ഇൻവെന്ററി. നമുക്ക് ചേഞ്ചസ് ഇൻ ഇൻവെന്ററി നമുക്കറിയാം. അതായത് പ്രൊഡക്ഷൻ ഡ്യൂറിംഗ് ദ ഇയർ, സെയിൽസ് ഡ്യൂറിംഗ് ദ ഇയർ. പ്രൊഡക്ഷൻ ഡ്യൂറിംഗ് ദ ഇയർ മൈനസ് സെയിൽസ് ഡ്യൂറിംഗ് ദ ഇയർ. അതായത് ഇൻവെന്ററിയിലെ മാറ്റം കാണാൻ ഉൽപ്പാദിപ്പിച്ച വർഷത്തെ വിലയിൽ നിന്ന് വിറ്റ വർഷത്തെ വില കുറയ്ക്കാം. അത് കിട്ടുന്നത് സെയിൽസിന്റെ കൂടെ കൂട്ടണം. അപ്പോൾ വാല്യൂ ഓഫ് ഔട്ട്പുട്ട് ഓഫ് പ്രൊഡ്യൂസിംഗ് യൂണിറ്റ് മെഷേർഡ് അറ്റ് മാർക്കറ്റ് പ്രൈസ്, it can be calculated by the following formula, that is P into Q into P. എന്ന് പറഞ്ഞാൽ ക്വാണ്ടിറ്റി ഇൻറ്റു പ്രൈസ്, ടോട്ടൽ ക്വാണ്ടിറ്റി മാർക്കറ്റ്, അല്ലെങ്കിൽ സെയിൽസ് പ്ലസ് ചേഞ്ചസ് ഇൻ ഇൻവെന്ററി. ചേഞ്ചസ് ഇൻ ഇൻവെന്ററി കാണാൻ വേണ്ടിയുള്ള ഫോർമുല നമുക്കറിയാം. എന്താണെന്നാണ് ഫോർമുല? പ്രൊഡക്ഷൻ ഡ്യൂറിംഗ് ദ ഇയർ മൈനസ് സെയിൽസ് ഡ്യൂറിംഗ് ദ ഇയർ എന്ന ഫോർമുല നമുക്ക് ഉപയോഗിക്കാം. ഇനി ചേഞ്ചസ് ഇൻ സ്റ്റോക്ക് നമുക്കറിയാം. ചേഞ്ചസ് ഇൻ സ്റ്റോക്ക് എന്നാണ്. ചേഞ്ചസ് ഇൻ സ്റ്റോക്ക്, ക്ലോസിംഗ് സ്റ്റോക്ക് മൈനസ് ഓപ്പണിംഗ് സ്റ്റോക്ക്. ചേഞ്ചസ് ഇൻ സ്റ്റോക്ക് കണക്കാക്കാം. ക്ലോസിംഗ് സ്റ്റോക്ക് മൈനസ് ഓപ്പണിംഗ് സ്റ്റോക്ക് പറഞ്ഞാൽ ഇതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. അപ്പൊ ഞങ്ങൾ കുറെ ഉണ്ട്. അവ പ്രോഡക്റ്റ് മെത്തേഡ് കണക്കാക്കാൻ വേണ്ടി ആദ്യം ഉപയോഗിക്കുന്ന രീതിയാണ് ഉൽപ്പന്ന രീതി. ഉൽപ്പന്ന രീതി എന്ന് പറയുന്നത് ഒരു സാധനത്തിന് കമ്പോളത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെട്ട ഒരു സാധനത്തിന് കമ്പോളത്തിലുള്ള വിലയാണ് ഉൽപ്പന്ന മൂല്യം. ഉൽപ്പന്ന മൂല്യം കണക്കാക്കാൻ പി ഇൻറ്റു ക്യൂ എന്ന ഫോർമുല ഉപയോഗിക്കണം. അല്ലെങ്കിൽ കച്ചവടം പ്ലസ് ഇൻവെന്ററിയിലെ മാറ്റം. ഇൻവെന്ററിയിലെ മാറ്റം എന്ന് പറയുന്നത് ഉൽപ്പാദിപ്പിച്ച വർഷത്തെ വില മൈനസ് വിറ്റ വർഷത്തെ വില. അവിടെ ചേഞ്ച് ഇൻ സ്റ്റോക്ക് വരുവാണ്. ക്ലോസിംഗ് സ്റ്റോക്ക് മൈനസ് ഓപ്പണിംഗ് സ്റ്റോക്ക്. മനസ്സിലായ? പിന്നെ ഒന്നുകൂടെ പറയും. അടുത്ത രണ്ടാമത്തെ മെത്തേഡിലേക്ക് നമ്മൾ പോകുന്നു. പ്രോഡക്റ്റ് മെത്തേഡിന്റെ രണ്ടാമത്തെ ഭാഗത്തേക്ക് വാല്യൂ ആഡഡ്. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് വാല്യൂ ആഡഡ്. നേരത്തെ പറഞ്ഞ നമ്മുടെ പോയിന്റ് പ്രോഡക്റ്റ് വാല്യൂ ആഡഡ് മെത്തേഡ് നമ്മൾ പറഞ്ഞു. വാല്യൂ ആഡഡ് ഇവിടെ കൂട്ടിച്ചേർത്ത മൂല്യം. ആദ്യ വാല്യൂ ഓഫ് ഔട്ട്പുട്ട്, രണ്ടാമത്തെ വാല്യൂ ആഡഡ് അഥവാ കൂട്ടിച്ചേർത്ത മൂല്യം. എന്താണ് വാല്യൂ ആഡഡ് എന്ന് പറഞ്ഞാൽ? ഇറ്റ് മീൻസ് ഔട്ട്പുട്ട് മൈനസ് ദ വാല്യൂ ഓഫ് ഇന്റർമീഡിയറ്റ് കൺസംപ്ഷൻ. നോക്കൂ, ഔട്ട്പുട്ട് മൈനസ് the value of intermediate consumption. Definition ചോദിച്ചതാണ്. What is value added? Value added means output minus the value of intermediate consumption. ഉൽപ്പന്നത്തിൽ നിന്നും മധ്യമ ഉപഭോഗത്തിന്റെ മൂല്യം. മധ്യമ ഉപഭോഗ മൂല്യം. ഉൽപ്പന്നത്തിൽ നിന്നും മധ്യമ ഉപഭോഗ മൂല്യം കുറച്ചാൽ കിട്ടുന്നതാണ് വാല്യൂ ആഡഡ്. മറക്കല്ലേ, അത്ര ടഫാണത്. ഔട്ട്പുട്ട് മൈനസ് ദ വാല്യൂ ഓഫ് ഇന്റർമീഡിയറ്റ് കൺസംപ്ഷൻ ഈസ് കോൾഡ് വാല്യൂ ആഡഡ്. ഉൽപ്പന്ന മൂല്യത്തിൽ നിന്നും മധ്യമ ഉപഭോഗ മൂല്യം കുറച്ചാൽ വാല്യൂ ആഡഡ് കിട്ടും. ഇപ്പൊ രണ്ട് മെത്തേഡ്, ഒന്നാമത്തെ പോയിന്റിന്റെ രണ്ട് മെത്തേഡ്. അത്ര ടഫാണ് എന്റെ പൊന്നുമക്കളെ, പഠിക്കാതെ പോവേ ചെയ്യരുത്.
ക്ലാസ് ആവർത്തിച്ച് കേൾക്കണം. അപ്പൊ പറഞ്ഞത് പ്രോഡക്റ്റ് മെത്തേഡ് ഓർ വാല്യൂ ആഡഡ് മെത്തേഡ് ഓർ ഔട്ട്പുട്ട് മെത്തേഡ്. ഇറ്റ് മീൻസ് the measuring of national income as a flow of goods and services produced. It can be calculated with the following steps. Number 1, the value of output. Value of output means the producing unit measuring at market price. P into Q. P market price, Q quantity of output, or sales plus changes in inventory. Changes in inventory means producing or production of the goods minus sales of the goods. At the value added output minus the value of intermediate consumption. ഇത് ആവർത്തിച്ച് പഠിച്ച് എഴുതി തന്നെ പഠിക്കണം. അതിന്റെ ഫോർമുലയാണ് പറയാൻ പോകുന്നത്. വാല്യൂ added is equal to output minus value of intermediate consumption. നമുക്ക് കണക്ക് ചെയ്യുമ്പോഴത്തേക്ക് വാല്യൂ ആഡറ്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഉടനെ നമ്മൾ പറയണം വാല്യൂ ആഡറ്റ് is equal to output minus intermediate consumption. മലയാളത്തിലെ കുഞ്ഞുങ്ങള് ഉൽപ്പന്നം മൈനസ് നേരത്തെ പറഞ്ഞതുപോലെ മധ്യമ ഉപഭോഗ മൂല്യം. ഉൽപ്പന്നത്തിൽ നിന്നും മധ്യമ ഉപഭോഗം കുറച്ചാൽ വാല്യൂ ആഡറ്റ് കിട്ടും. അങ്ങനെ പ്രോഡക്റ്റ് മെത്തേഡിന്റെ 2 പോയിന്റ് ആണ്. 1 വാല്യൂ ഓഫ് ഔട്ട്പുട്ട്, 2 വാല്യൂ ആഡറ്റ്. വാല്യൂ ഔട്ട്പുട്ട് ഉൽപ്പന്ന മൂല്യം, വാല്യൂ ആഡറ്റ് കൂട്ടിച്ചേർത്ത മൂല്യം. ഇനി അപ്പൊ ഇത് കൊച്ചുങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇത്ര ഒരു 2-3 പേജ് എല്ലാം വലിയ ഫോർമുലകളാണ്. ഇപ്പോഴും തന്നെ പഠിക്കുന്നവര് ആര് പഠിക്കുന്നു എന്ന് നമുക്കറിയാം. പഠിക്കുന്ന കൊച്ചുങ്ങൾ എന്തെങ്കിലും പ്രതികരിക്കും. ഇതാ ഒരു പ്രതികരണവും ഇല്ല. നമ്മൾ ചെയ്യേണ്ട കാര്യം ഭംഗിയായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. ബാക്കിയെല്ലാം നിങ്ങളുടെ കാര്യങ്ങളാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഇത് പഠിച്ചോണം. സംശയം ഉണ്ടെങ്കിൽ വിളിച്ച് ചോദിക്കുക, എന്തെങ്കിലും ചെയ്യണം. ഓക്കെ മക്കളെ, താങ്ക് യു.